എല്ലാവർക്കും നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ പാർട്ട് 30 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹലാവത്ത് സദാഖത്ത് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു ഭാഗമായിട്ടാണ് അൽ ഖാദി ഉമർ ബിൻ അലി വലിയങ്കോട്ട് എന്ന് പറഞ്ഞ ഒരു പാഠമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, ആ കഥേൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അങ്ങനത്തെ ഒരു കഥയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി അതിനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എന്താവുക, എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായിരുന്നാലും നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അൽ ഖാദി ഉമർ ബിൻ അലി വലിയങ്കോട്. ഓക്കെ, അൽ ഖാദി ഉമർ ബിൻ വലിയങ്കോട് അഥവാ എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് ഉമർ വലിയങ്കോട്. ഉമർ ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അൽ ഖാദി ഉമർ ബിൻ വലിയങ്കോട്. ഓക്കെ, വലിയങ്കോത്തിനെ അറബിയിൽ പറയാം. എന്നാൽ ഇനി നമുക്ക് അയാളെ കുറിച്ച് ഒന്ന് നോക്കാം. വലിദ സയ്യിദ് ഉമർ അൽ ഖാദി ഫി ഖറിയത്തി വലിയങ്കോട് ഫി മുഖാത്തഅത്തി മലാബുറം ആമ 1757 മീലാദ്. ഓക്കെ, അപ്പോൾ ആദ്യം അയാളുടെ ജനനമാണ് പറയുന്നത്. ഓക്കെ, ഉലിദ സയ്യിദു ഉമർ അൽ ഖാദി ഫി ഖറിയത്തി വലിയങ്കോട്. ഓക്കെ, ഉലിദ അദ്ദേഹം ജനിച്ചു. അത് ആര്? ഉമർ അൽ ഖാദി. ഉമർ അൽ ഖാദി പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഓക്കെ, ഉലിദ സയ്യിദ് ഉമർ അൽ ഖാദി. ഉലിദ ജനിച്ചു. സയ്യിദ് ഉമർ അൽ ഖാദി, ഉമർ ഖാദി എന്നവർ ജനിച്ചു. ഫി ഖറിയത്തി വലിയങ്കോട്. വലിയങ്കോട് എന്നൊരു ഖറിയത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? വലിയങ്കോട്ടിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വലിദ സയ്യിദ് ഉമർ അൽ ഖാദി. ഉമർ അൽ ഖാദി എന്നവരെ ജനിച്ചു. ഫി ഖറിയത്തി വലിയങ്കോട്. വലിയങ്കോട് എന്നൊരു ഖറിയത്തിലാണ്, ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എവിടെയാണ് ആ ഗ്രാമമുള്ളത്? ഫി മുഖാത്തഅത്തി മലാബുറം. മലപ്പുറം ജില്ലയിലാണ് ആ വലിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജനനത്തെ കുറിച്ചാണ്, ബർത്തിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വലിയങ്കോടിലാണ് ജനിച്ചിട്ടുള്ളത്. വലിയങ്കോട് ഫി മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് അഥവാ ജില്ല എന്നൊക്കെ പറയില്ല, അതിനാണ് മുഖാത്തഅത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മുഖാത്തഅത്ത് മലപ്പുറം. അപ്പം മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ, മലപ്പുറം ജില്ലയിൽ വലിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പം എന്നാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്? 1757 അദ്ദേഹം വലിയങ്കോട്ടിൽ അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ കുറിച്ചിട്ട് പറയുകയാണ്. അബൂഹു അലി മുസ്ലിയാർ. തൻ്റെ പിതാവ് ആരാണ്? അബൂഹു, തൻ്റെ പിതാവാകുന്നത് അലി മുസ്ലിയാർ. അലി മുസ്ലിയാറാണ് തൻ്റെ പിതാവ്. അബൂഹു, തൻ്റെ പിതാവാകുന്നത് അലി മുസ്ലിയാർ. അലി മുസ്ലിയാറാണ് തൻ്റെ പിതാവ്. ഇനി അയാൾ എങ്ങനത്തെ ആളായിരുന്നു? അലി മുസ്ലിയാർ എങ്ങനത്തെ ആളായിരുന്നു? കാന ആലിമൻ മഷ്ഹൂറൻ. ഓക്കെ, കാന അദ്ദേഹമായിരുന്നു. ഇനിയിപ്പോൾ അയാളെ കുറിച്ച് തന്നെ പറയാണ്, ഉമർ അൽ ഖാദിനെ കുറിച്ച് തന്നെ പറയാണ്. കാന ആലിമൻ മഷ്ഹൂറൻ, വളരെയധികം പ്രസിദ്ധമായ. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ വളരെയധികം പ്രസിദ്ധമായ ഒരു പണ്ഡിതനായിരുന്നു. കാന അദ്ദേഹമായിരുന്നു. ആലിമൻ, ഒരു ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. മഷ്ഹൂറൻ, വളരെയധികം പ്രസിദ്ധമായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. കാന ആലിമൻ മഷ്ഹൂറൻ, വളരെയധികം പ്രസിദ്ധമായ പണ്ഡിതനായിരുന്നു. തഅല്ലമൽ ഉലൂമദ് ദീനിയ്യ ഫിൽ മസ്ജിദിൽ ജാമിഇ ബിഫുന്നാൻ. ഓക്കെ, തഅല്ലമ അദ്ദേഹം പഠിച്ചു. അൽ ഉലൂമ അറിവുകളെ, വിജ്ഞാനത്തെ അദ്ദേഹം പഠിച്ചു. തഅല്ലമൽ ഉലൂമദ് ദീനിയ്യ ദീനീപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള അറിവുകൾ അദ്ദേഹം പഠിച്ചു. ദീനിയായിട്ടുള്ള അറിവുകൾ അദ്ദേഹം പഠിച്ചു. തഅല്ലമൽ ഉലൂമ ദീനിയ, ദീനിയായിട്ടുള്ള അറിവുകൾ അദ്ദേഹം പഠിച്ചു. മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നാണ് പഠിച്ചത്. ഏത് പള്ളിയിൽ നിന്നാണ്?
ജാമിഉ ഫുന്നാൻ പൊന്നാനിയിലുള്ള ജുമാഅത്ത് പള്ളിയിൽ നിന്നാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ദീനിയായ അറിവുകൾ പഠിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്? പൊന്നാനിയിൽ നിന്നുള്ള ജുമാഅത്ത് മസ്ജിദിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് അറിവ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, തഅല്ലമൽ ഉലൂമുദ്ദീനിയ ദീനിയായ അറിവുകൾ അദ്ദേഹം പഠിച്ചു മിൻ മസ്ജിദിൽ ജാമിഇൽ ബിൽ ഫുന്നാൻ പൊന്നാനിയിലുള്ള ജുമാഅത്ത് പള്ളിയിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ദീനിയായിട്ടുള്ള അറിവുകൾ അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ഖറഅൽ ഉലൂമ അലാ ശുയൂഖിൽ മശ്ഹൂരിൻ ഫി വിലായത്ത് കേരള. ഖറഅൽ ഉലൂമ അദ്ദേഹം വിജ്ഞാനത്തെ വായിച്ചു. അലാ ശുയൂഖിൽ മശ്ഹൂരീന ഫി വിലായത്ത് കേരള. ആരിൽ നിന്നൊക്കെയാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്? അലാ ശുയൂഖിൽ മശ്ഹൂരീൻ പ്രസിദ്ധമായ ഷെയ്ഖന്മാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. ഫി വിലായത്ത് കേരള കേരളം എന്ന സംസ്ഥാനത്തിൽ നിന്നുള്ള വളരെയധികം പ്രസിദ്ധമായ അറിയപ്പെട്ട ഷെയ്ഖന്മാരിൽ നിന്ന് അദ്ദേഹം അറിവുകളെ വായിച്ചു, അറിവുകളെ പഠിച്ചു. ഖറഅൽ ഉലൂമ അദ്ദേഹം എന്തായി അറിവുകളെ പഠിച്ചു. അലാ ശുയൂഖിൽ മശ്ഹൂരീൻ ഷെയ്ഖിൻ്റെ ജംആണ് ശുയൂഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഷെയ്ഖിൻ്റെ ജംആണ് ശുയൂഖ്. അലാ ശുയൂഖിൽ മശ്ഹൂരീൻ വളരെയധികം പ്രസിദ്ധമായ ഷെയ്ഖന്മാരിൽ നിന്നാണ് അദ്ദേഹം അറിവുകളെ പഠിച്ചിട്ടുള്ളത്. ഫി വിലായത്തി സംസ്ഥാനത്തിൽ നിന്ന് കേരള സംസ്ഥാനത്തിൽ നിന്ന് കേരളം എന്ന സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നാണ് ഷെയ്ഖന്മാരിൽ നിന്നാണ് അദ്ദേഹം അറിവുകളെ വായിച്ചിട്ടുള്ളത്. ഓക്കെ, കാനലിൽ ഖാദി അലാഖത്തുൻ ഖവിയ്യത്തുൻ ബിഉലമാഇ അസ്രി. കാനലിൽ ഖാദി ആ ഖാദിക്കുണ്ടായിരുന്നു. ഖാദി എന്ന് പറഞ്ഞാൽ ഉമറുൽ ഖാദിക്കുണ്ടായിരുന്നു. കാനലിൽ ഖാദി ഉമറുൽ ഖാദിക്ക് ഉണ്ടായിരുന്നു. അലാഖത്തുൻ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കാനലിൽ ഖാദി ഉമറുൽ ഖാദിക്കുണ്ടായിരുന്നു. അലാഖത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഖവിയ്യത്തുൻ അല്ല ശക്തിയേറിയ ശക്തിയേറിയ ബന്ധം. കവിയ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായത് കണക്കല്ലേ. അപ്പം ശക്തിയേറിയ ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാനലിൽ ഖാദിക്കുണ്ടായിരുന്നു. അലാഖത്തുൻ കവിയ്യത്തുൻ വളരെയധികം ശക്തിയായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ബിഉലമാഇ അസ്രിഹി പണ്ഡിതന്മാരെ കൊണ്ട് അസ്രിഹി ആ കാലഘട്ടത്തിൽ അഥവാ ആ ഒരു ടൈമിലുള്ള ബിഉലമാഇ അസ്രി ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരോട് അദ്ദേഹത്തിന് വളരെയധികം അലാഖത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം, കവിത്വം എന്ന ശക്തിയേറിയ ബന്ധങ്ങളൊക്കെ ആ കാലത്തിലുള്ള പണ്ഡിതന്മാരോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാനലിൽ ഖാദി ആ ഉമറുൽ ഖാദിക്കുണ്ടായിരുന്നു. അലാഖത്തുൻ ബന്ധമുണ്ടായിരുന്നു. ഖവിയ്യത്തുൻ വളരെയധികം ശക്തിയായ ബന്ധമുണ്ടായിരുന്നു. ബിഉലമാഇ അസ്രിഹി ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരോട് അദ്ദേഹത്തിന് വളരെയധികം ശക്തിയേറിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഫി ദാഖിലിൽ ഹിന്ദി ഇൻസൈഡ് ഓഫ് ഇന്ത്യൻ്റെ അകത്തും പുറത്തും. ഫി ദാഖിലിൽ ഇന്ത്യ ദാഖിൽ പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇൻസൈഡിനൊക്കെ അറിയില്ല, അതിന് ദാഖിൽ എന്ന പദം ഉപയോഗിക്കല്ലേ. ഖാലിജ് പറഞ്ഞാൽ ഔട്ട് ഒക്കെ അറിയില്ല, ഔട്ട് സൈഡ്, അതിനൊക്കെയാണ് നമ്മൾ ഖാലിജ് എന്ന് ഉപയോഗിക്കില്ല. അപ്പോൾ ഫി ദാഖിലിൽ ഹിന്ദി ഇന്ത്യയുടെ ഉള്ളിലുള്ള പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരോടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, ശക്തിയേറിയ ബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വഖാരിജിഹ ആ ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യയുടെ പുറത്തുനിന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ വിടുമല്ലോ, ആ മറ്റു രാജ്യങ്ങളിലെ ഉലമാക്കളോടൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കാന റജുലൻ തഖിയ്യൻ ലാ യഖാഫു അഹദൻ ഇല്ലല്ലാഹ്. കാന റജുലൻ അദ്ദേഹമായിരുന്നു തഖിയ്യൻ വളരെയധികം സൂക്ഷ്മയുള്ള ഒരു റജുലായിരുന്നു. കാന അദ്ദേഹമായിരുന്നു റജുലൻ ഒരു ഒരാളായിരുന്നു. എങ്ങനത്തെ ആളായിരുന്നു? തഖിയ്യൻ വളരെയധികം തഖ്വയുള്ള ഒരാളായിരുന്നു. ലാ യഖാഫു അദ്ദേഹം ഭയപ്പെട്ടിട്ടില്ല ഇല്ലല്ലാഹ് അഹദൻ
ലാ യഖാഫ് അഹദൻ, അദ്ദേഹം ഒരുത്തനെയും ഭയപ്പെട്ടിട്ടില്ല, ഇല്ലല്ലാഹ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും അദ്ദേഹം ഭയപ്പെട്ടിട്ടില്ല. അപ്പം അദ്ദേഹം വളരെയധികം സൂക്ഷ്മതയുള്ള ഒരാളാണ്. കാന റജുലൻ തഖിയൻ, വളരെയധികം സൂക്ഷ്മതയുള്ള ഒരാളാണ് അദ്ദേഹം. ലാ യഖാഫ് അഹദൻ, ഒരുത്തനെയും അദ്ദേഹം ഭയപ്പെട്ടിട്ടില്ല, ഇല്ലല്ലാഹ, അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും അദ്ദേഹം എന്തായിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല, പേടിച്ചിട്ടില്ല. വഹുവല്ലദീ ളഹറ മിൻ ഉലമാഇ അവ്വലൻ ലിമുഹാറബത്തിൽ ഹുകൂമിയത്തിൽ ഇൻജിലീസിയ മഅ സയ്യിദത്തി അലവി മൗല ദൗലിയ المعروف ബമമ്പുറം തങ്ങൾ വഗൈരിഹി മിൻ ഉലമാഇ വസ്സുമആ. അപ്പം എന്താ പറഞ്ഞത് ഇനി? അപ്പം അദ്ദേഹം അള്ളാഹുനല്ലാതെ മറ്റൊരാളെയും ഭയപ്പെട്ടിട്ടില്ലായിരുന്നു. വഹുവ, അദ്ദേഹമായിരുന്നത്, അഥവാ ഉമറിൽ ഖാദിയാകുന്നത്, അല്ലദീ, എങ്ങനത്തെ ഉമറിൽ ഖാദിയാണ്? ആ ഉമറിൽ ഖാദിനെ കുറിച്ച് പറയാണ്. ലഹറ മിൻ ഉലമാഇ, ലഹറ, അദ്ദേഹം വെളിവാക്കി, അദ്ദേഹം മുന്നിട്ടു, അദ്ദേഹം ചെന്നു. മിൻ ഉലമാഇ, പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം മുന്നിട്ട് വന്നു. അവ്വലൻ, ആദ്യമായിക്കൊണ്ട്, ഫസ്ലി, ആദ്യമായിക്കൊണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് മുന്നിട്ട് വന്നു. ലിമുഹാറബത്തിൽ ഹുക്കൂമിയ, ലിമുഹാറബത്തി, യുദ്ധം ചെയ്യാൻ വേണ്ടി എന്തായി മുന്നിട്ട് വന്നു. വഹുവല്ലദി, അദ്ദേഹമാകുന്നത്, ലഹറ മിൻ ഉലമാഇ, പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം എന്തായി മുന്നിട്ട് വന്നു. അവ്വലൻ, ആദ്യം, ലിമുഹാറബത്തിൽ ഹുക്കൂമിയൽ ഇൻജിലീസിയ, ബ്രിട്ടീഷ് ഹുക്കൂം എന്ന് പറഞ്ഞാൽ ഹുക്കൂം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. ഓക്കെ, ഇൻജിലീസിയ എന്നാൽ ബ്രിട്ടൻ. അപ്പോൾ ഇൻജിലീസിയ എന്നാൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറയാം. അപ്പോൾ ബ്രിട്ടൻ ഗവൺമെൻറ്റിനാണ് ഹുക്കൂമുൽ ഇൻജിലീസിയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിനെതിരായിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആദ്യമായി ഉലമാക്കളിൽ നിന്ന് വന്നത് ഉമറുൽ ഖാദിയാണ്. ആരുടെ കൂടെയാണ്? മഅ സയ്യിദത്തിൽ അലവി മൗല ദവീല, മഅ സയ്യിദത്തി അലവി മൗല ദവീല, മഅ സയ്യിദത്തി അലവി മൗല ദവീല എന്നിവരോട് കൂടെയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എതിരായിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആദ്യമായി ഉലമാക്കളിൽ നിന്ന് അദ്ദേഹം മുന്നിട്ട് വന്നത്. അൽ മഅറൂഫ് ബി മമ്പുറം തങ്ങൾ വഗൈരിഹി മിൻ ഉലമാ, അൽ മഅറൂഫ് അറിയപ്പെട്ടതാണ് ബി മമ്പുറം തങ്ങൾ, മമ്പുറം തങ്ങളോട് കൂടെയും, അതുപോലെ തന്നെ വഗൈരിഹി മറ്റുള്ളവരോട് കൂടെയും, മിൻ ഉലമാ, ഈ പണ്ഡിതന്മാരിൽ നിന്നും, മറ്റു ജഅമാ എന്ന് പറഞ്ഞാൽ നേതാക്കളിൽ നിന്നൊക്കെ അറിയപ്പെട്ടതാണ്. ഓക്കെ. ലഹു അഷ്ആറുൻ കസീറത്തുൻ, ലഹു അദ്ദേഹത്തിനുണ്ട്, അഷ്ആറുൻ കസീറത്തുൻ കുറേ കവിതകൾ അദ്ദേഹത്തിനുണ്ട്. ലഹു അദ്ദേഹത്തിനുണ്ട്, അഷ്ആറുൻ കസീറത്തുൻ കുറേ കവിതകൾ അദ്ദേഹത്തിനുണ്ട്. വതഅലീഫാത്തുൻ അദീദത്തുൻ കണക്കറ്റ അതിലില്ലാത്ത ഓരോ രചനകളും അദ്ദേഹത്തിനുണ്ട്. ഫിൽ ഫിഖിലും വതസവ്വുഫി, തസവ്വുഫ് എന്നൊരു കിതാബ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പഠനമാണത്. അങ്ങനത്തെ ഒരു തസവ്വുഫ്, സൂഫിയാക്കളൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതിലാണ് ഈ തസവ്വുഫ് എന്ന പഠനം. ഓക്കെ. ആ തസവ്വുഫിൻ്റെ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളും എന്തായിട്ടുണ്ട്, ഇദ്ദേഹം കുറേ രചിച്ചിട്ടുണ്ട്. വമദഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്തായിട്ടുണ്ട്, അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഉമറുൽ ഖാദിനെ കുറിച്ചാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, ഏത് ജില്ലയിലാണ് അദ്ദേഹത്തിന് ജനിച്ച വർഷം, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര്, അതേപോലെ തന്നെ അദ്ദേഹം എവിടെയാണ് പഠിച്ചത്, അതേപോലെ തന്നെ അദ്ദേഹം എങ്ങനത്തെ ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ തഅലീഫാത്ത് ഏതൊക്കെയാണ്. അപ്പോൾ ഈ ഓരോ രചനകളൊക്കെ എന്താവുക നിങ്ങൾ പഠിച്ചു വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ എന്തായി ഉമറുൽ ഖാദിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടിൽ വല്ല വേർഡ്സിൻ്റെ മീനിങ് അറിയാത്തതോ അല്ലെങ്കിൽ വല്ല ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പരമാവധി നമ്മുടെ ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വേറെ മറ്റു കണ്ടൻറ്റുകൾ എന്തെങ്കിലും വേണോ, മറ്റുള്ള കണ്ടൻറ്റുകൾ ഇപ്പോൾ സ്റ്റോറീസോ അല്ലെങ്കിൽ ഫൺ ഫാക്ട്സോ അല്ലെങ്കിൽ ടെക് വീഡിയോസോ
അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവുക കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോസ് ഇറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിലെന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താവുക കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ എന്താവുക നമ്മുടെ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.